എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ നിന്നാണ്. എന്നാലേ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. വളരെ സങ്കടകരമായ ഒരു സംഭവം. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിച്ച പാപത്തിൻ്റെ വിത്ത് എത്ര വേഗമാണ് അതിൻ്റെ രൗദ്രഭാവം പൂണ്ട് പ്രവർത്തിക്കുന്നത്, ദോഷകരമായി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വേദഭാഗം. ആദമും ഹവ്വയും പാപം ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ട് പാപം അവരിൽ പ്രവേശിച്ചിട്ട് അധികം കാലമായില്ല. അപ്പോഴേക്കും ഒരു മനുഷ്യന് ചെയ്യാവുന്ന പാപങ്ങളിൽ ഏറ്റവും മാരകമായ, ഏറ്റവും ഭീകരമായ കൊലപാതകം എന്ന പാപത്തിൽ തന്നെ മനുഷ്യൻ ചെന്നെത്തുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ ഗൗരവം, പാപം എത്രമാത്രം വലിയ പ്രശ്നമാണ് എന്നതിൻ്റെ തെളിവാണിത്. പാപത്തെ നമ്മൾ പലപ്പോഴും വളരെ ലഘുവായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒരു ബലഹീനതയായിട്ടോ നമ്മുടെ ഒരു കുറവായിട്ടോ ഒക്കെ പാപത്തെ കാണാറുണ്ട് മനുഷ്യർ. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ വിത്ത് അത് എത്ര ചെറുതായിരിക്കുമ്പോഴും അതിൻ്റെ സാധ്യതകൾ അപാരമാണ്. വളരെ അപകടകരമായ നിലയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഈ പാപത്തിൻ്റെ ചിന്തയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ടായിരിക്കാം യാക്കോബ് പറഞ്ഞത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ പാപത്തിൻ്റെ ഒരു ചിന്ത കിടന്നാൽ മതി, അത് വളർന്ന് പാപത്തിൻ്റെ പ്രവൃത്തിയായി ഒരുപക്ഷെ മറ്റു പല മനുഷ്യർക്കും ദോഷമുണ്ടാക്കുന്ന ദോഷകരമായ ഒരു തിന്മയായി അത് പരിണമിക്കും. കയീൻ എന്തുകൊണ്ടാണ് ഈ കൊലപാതകം ചെയ്യാനിടയായി തീർന്നത്? അതിൻ്റെ പിറകിലുള്ള കാരണം എന്തായിരുന്നു എന്നുള്ള കാര്യം 5-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ തുടക്കം നമ്മൾ കാണുന്നുണ്ട്. കയീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, കയീന് കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. സഹോദരനോട് കോപിക്കുന്ന കോപം തൻ്റെ ഹൃദയത്തിൽ ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ് അവിടെയുള്ളത്. എന്തിനാണ് കയീൻ കോപിച്ചത്? തൻ്റെ അനുജനായ ഹാബേലിൽ ദൈവത്തിന് പ്രസാദമുണ്ടായതുകൊണ്ടാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടായില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമാകാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലേ? അതിന് ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? മറ്റുള്ളവരോട് കോപിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാം. പക്ഷേ പാപമുള്ള മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എന്നേക്കാൾ ദൈവപ്രസാദം പ്രാപിച്ച് വേറെ ആരും മിടുക്കന്മാരാകണ്ട എന്ന പ്രതികാര ചിന്തയിലേക്ക്, ജഡികമായ ഒരു ചിന്തയിലേക്ക് പോകുവാനാണ് സാധ്യത കൂടുതൽ. അതാണ് കയീൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എൻ്റെ സഹോദരനാണ്, അവന് ദൈവപ്രസാദം കിട്ടി എന്നോർത്ത് സന്തോഷിക്കുവാൻ സാധിക്കാത്ത അസൂയയുള്ള തിന്മയുള്ള ഒരു മനസ്സ് കയീനുണ്ടായിരുന്നു. നമ്മൾ സ്നേഹിക്കുന്ന, ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള മറ്റ് മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമായി എന്ന തെളിവുകൾ കാണുമ്പോൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയതായി നമ്മൾ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അതെയോ അതിനു പകരം നമ്മുടെ മനസ്സിൽ അസൂയയുടെ വിഷവിത്ത് മുളയ്ക്കുകയാണോ ചെയ്യുന്നത്? അവനോട് ദേഷ്യമാണോ, അവളോട് ദേഷ്യമാണോ നമുക്ക് തോന്നുന്നത്? ഒരുപക്ഷെ നമ്മുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ആളുകളായിരിക്കാം. അവർക്ക് നല്ലൊരു ജോലി കിട്ടുമ്പോൾ, നല്ലൊരു വീട് അവർ പണിത് പൂർത്തിയാക്കുമ്പോൾ, ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ, സാമ്പത്തികമായിട്ട് അവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ കയീനെ പോലെ ദൈവം അവനിൽ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ നശിപ്പിക്കും എന്ന ഒരു ചിന്തയിലേക്ക്, ഞാൻ അവനോട് കോപിക്കും എന്ന ചിന്തയിലേക്ക്, അവനോട് അസൂയപ്പെടുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് പ്രശ്നമുണ്ട്. പ്രിയമുള്ളവരെ, കയീൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ ദുരന്തം, അതിൻ്റെ തുടക്കം ഇതാണ്: ദൈവം അവനിൽ പ്രസാദിച്ചു, എന്നിൽ പ്രസാദിച്ചില്ല. കയീൻ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? തൻ്റെ ജീവിതത്തെ ദൈവപ്രസാദമാകുമാറ് തിരുത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത്, മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ദൈവം ഒരു വ്യക്തിയിൽ മാത്രമല്ല പ്രസാദിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ദൈവത്തെ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ നിന്നുള്ള പ്രവർത്തികൾ ആര് ചെയ്താലും
ദൈവം അവരിലൊക്കെ പ്രസാദിക്കും. എൻ്റെ സഹോദരനിൽ ദൈവം പ്രസാദിച്ചുവെങ്കിൽ എന്നിലും ദൈവം പ്രസാദിക്കും. എൻ്റെ അയൽവക്കക്കാരനിൽ ദൈവം പ്രസാദിച്ചുവെങ്കിൽ എന്നിലും ദൈവം പ്രസാദിക്കും. എപ്പോഴാണ്? എൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എന്നാൽ മാറ്റങ്ങൾ വരുത്തുവാൻ സ്വയം തയ്യാറാകാതെ ദൈവം അനുഗ്രഹിച്ചവനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അവനെ ശത്രുവായിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ, നാം നമ്മുടെ ജീവിതത്തെ തന്നെയാണ് വാസ്തവത്തിൽ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കയീൻ്റെ കോപവും അസൂയയും ഒക്കെ തൻ്റെ സ്വന്തം സഹോദരനെതിരെ ഗൂഢമായ ചില നീക്കങ്ങൾ നടത്തുവാനായിട്ട് കയീനെ പ്രേരിപ്പിക്കുകയാണ്. വളരെ സ്നേഹത്തോടു കൂടിയായിരിക്കണം തൻ്റെ സഹോദരനെ വിളിച്ച് വയലിലേക്ക് കൊണ്ടുപോയത്. നിഷ്കളങ്കനായ ഹാബേലിന് തൻ്റെ സ്വന്തം സഹോദരൻ്റെ ഉള്ളിൽ ഈ വിഷത്തിൻ്റെ വിത്ത് വളരുന്നത് അവൻ അറിഞ്ഞില്ല. വയലിലേക്ക് കൊണ്ടുപോയി എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കാണും. അവസാനം കോപിക്കാനുള്ളൊരു സാഹചര്യം കയീനുണ്ടാക്കിയാണ്. സഹോദരനോട് കയർത്തു, അവനെ അവിടെ വെച്ച് കൊന്നു. ആ സങ്കടകരമായ സംഭവത്തിലേക്ക് കയീൻ എത്തിച്ചേർന്നത് അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴോ വീണ കോപത്തിൻ്റെ, പകയുടെ, അസൂയയുടെ വിത്താണ്. കയീൻ്റെ ഉള്ളിൽ വീണ പകയുടെ, കോപത്തിൻ്റെ, അസൂയയുടെ ആ വിത്ത് സഹോദരനെ കൊല്ലുന്ന ദാരുണമായ ആ സംഭവത്തിലേക്ക് വഴിതെളിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ഉള്ളിൽ വരുന്ന കോപത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മറ്റുള്ളവരോട് കോപം നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അസൂയ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ ആ വിഷയത്തെ നമ്മൾ എങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 26-27 വചനങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുമ്പോഴും കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ നമ്മുടെ ഉള്ളിൽ കോപം വെച്ചുകൊണ്ടിരുന്നാൽ, അതിനെ പരിഹരിക്കുവാനായിട്ട് താമസിച്ചാൽ, ശത്രുവായ പിശാച് ആ കോപത്തെ, ആ വെറുപ്പിനെ, ആ അസൂയയെ ഉപയോഗിച്ച് തിന്മ ഉളവാക്കും എന്നുള്ള സത്യമാണ് പൗലോസ്ലീഹ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ കോപം തോന്നിയാൽ, ഏതെങ്കിലും മനുഷ്യനോട് കോപം തോന്നിയാൽ, അസൂയ തോന്നിയാൽ എത്രയും വേഗം അതിന് ദൈവസന്നിധിയിൽ ഇരുന്നൊരു പരിഹാരം കണ്ടെത്തണം. ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതല്ല, നമ്മുടെ തന്നെ പ്രശ്നമാണെങ്കിൽ അത് കണ്ടെത്താനും തിരുത്താനും നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കേണ്ട വിഷയമാണെങ്കിൽ നമുക്ക് അതിനുമുള്ള മനസ്സുണ്ടാകണം. അങ്ങനെ നമ്മുടെ കോപത്തെ നാം അടക്കി വയ്ക്കാതെ അതിനെ ദൈവത്തിൽ ആശ്രയിച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, കോപത്തിന് പകരം സഹോദരനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ വളർത്തുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ, അസൂയപ്പെടാതെ ദൈവം അവനെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ ജീവിതം നന്മയിലേക്ക് യാത്രയാകുന്നതാണ്. അതല്ലെങ്കിൽ കയ്യിന് വന്ന ഈ ദുരനുഭവം നമ്മുടെ ജീവിതത്തിലും വരുമെന്നുള്ള കാര്യം ഓർക്കുക. കൊലപാതകമൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പോവില്ലായിരിക്കും. പക്ഷേ മറ്റുള്ളവരെ വെറുക്കുന്ന, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയുന്ന, അസൂയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അനുഗ്രഹമാവുകയില്ല. ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാവുകയില്ല. ഇന്ന് കേട്ട ഈ വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.